ഹലോ, വെൽക്കം ബാക്ക് ടു ഒരു പുതിയ വീഡിയോ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ശരിക്കും ഇപ്പോൾ ചൂടൊക്കെ കൂടിയതുകൊണ്ട് അതാണോ അത് വേർക്കുന്നത് കൊണ്ടാണോ എന്താണ് കാരണം എന്ന് എനിക്കറിയത്തില്ല. മുഖത്ത് ഭയങ്കര ഒരു ചെറിയ ചെറിയ കുരുക്കളാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഫേഷ്യൽ റേസർ ഉപയോഗിക്കും, പക്ഷേ വീക്ക്ലി വൺസ് ഒന്നല്ല, 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലാണ് ഉപയോഗിക്കുക. അപ്പം പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഉപയോഗിച്ചൊരു സാധനമാണ് ഈ മുൾട്ടാണി മിട്ടി. അപ്പോൾ മണ്ണ് പോലെ ഇരിക്കുന്ന ഈ സാധനം ഇത്ര ഭയങ്കര റിസൾട്ട് ഇരുന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ട്രസ്റ്റ് മീ, ഇത് സംഭവം ഒരു മാരക സാധനമാണ് കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഞാൻ ആവശ്യത്തിനുള്ള മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ് മിക്സ് ചെയ്തേക്കുന്നത്. കുറച്ച് തേനും 1 ടീസ്പൂൺ തേനും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മിക്സ് ചെയ്തത് ഡാബറിൻ്റെ തേനാണ്. അത്യാവശ്യം നല്ല തേനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ അതാണ് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പം അതിന് മുന്നേ അതൊന്ന് സെറ്റായി വെച്ചതിന് ശേഷം ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടി ഞാനത് മിക്സ് ചെയ്യുകയാണ്, കാരണം അതിനകത്ത് കുഞ്ഞു ഇങ്ങനെ തരികൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം സ്പൂണൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഷോ ഒക്കെ കാണിക്കാനൊക്കെ ശ്രമിച്ചു കേട്ടോ. പക്ഷേ അത് ഈ സ്പൂൺ വെച്ചിട്ട് അധികം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരു സംതൃപ്തി വരില്ല. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സ്പൂണൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു ലെയർ, അതായത് നമ്മുടെ മുഖം സ്കിന്ന് കാണാൻ പാടില്ല, അതുപോലെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. പേസ്റ്റല്ല, അത് അപ്ലൈ ചെയ്ത് വെക്കണം. ഈ സംഭവത്തിന് ഭയങ്കര മണമാണ് കേട്ടോ. റോസ് വാട്ടറും തേനും കൂടെ ഒഴിച്ചപ്പോൾ പിന്നെ അത് തിന്നാനായിട്ടൊക്കെ തോന്നി, പക്ഷെ തിന്നാൻ പറ്റില്ലല്ലോ, അത് വേറെ കാര്യം. അപ്പം ഞാൻ ഇന്ന് എടുത്തേക്കുന്ന ഫേസ് പാക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും എൻ്റെ അനിയനും കൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അവനും ഇട്ട് കൊടുക്കാം. എന്തായാലും ഇതിനങ്ങനെ റിയാക്ഷൻ അടിക്കാറില്ല, പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ സെൻസിറ്റീവ് സ്കിന്നുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. കൈയുടെ മുകളിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഈ റിസ്റ്റിൻ്റെ വാച്ച് കിട്ടുന്ന സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരെ കൈ കൊണ്ടുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടോ. കാരണം കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ബ്രഷ് വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഇടാനായിട്ട് നോക്കുക. കറക്റ്റ് ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടാവണം കേട്ടോ. ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അത്ര എഫക്റ്റ് പെട്ടെന്ന് വേണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 തവണ ചെയ്താൽ മതി. ഇതിന് വലിയ വിലയൊന്നുമില്ല, അങ്ങനത്തെ നല്ലൊരു സാധനമാണ്. നമുക്ക് ഇത്ര പൈസ കുറവിൽ ഇത്ര അടിപൊളി ഫേസ് പാക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ഈ കസ്തൂരി മഞ്ഞൾ, പിന്നെ കുങ്കുമത്തിൻ്റെ പൊടിയോ അങ്ങനെ എന്തോ ഇല്ലേ, കുങ്കുമല്ല, രക്തചന്ദനം കേട്ടോ. അതൊക്കെ ഇടുന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് സാധനം മുഖത്തിടുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല, അതിൻ്റെ ഒരു എഫക്റ്റ് പോകുമെന്ന്. കുറച്ചൊക്കെ ശരിയാണ്. അതിൻ്റെ കാരണം സംസാരിക്കുന്നത് കൊണ്ട് എഫക്റ്റ് പോകുന്നല്ല, നമ്മൾ മുഖത്തിട്ടേക്കുന്ന സാധനം അവിടെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കണം. നമ്മൾ സംസാരിച്ചാൽ നമ്മളുടെ മുഖത്തുള്ള പേശികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. അപ്പോൾ അത് സ്ട്രെച്ച് ആവാനുള്ള സാധ്യതയുണ്ട്, മുഖം ചുളിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു സാധനം വെച്ചിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ ഉറപ്പിച്ച് വെച്ചേക്കുന്ന അതുപോലെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വായടച്ചിരിക്കണം. ആരെങ്കിലും വീട്ടിലില്ലാത്ത സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ പിന്നെ വായടച്ചിരിക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ ഞാൻ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അനിയനോടും പറഞ്ഞാലും സംസാരിക്കാതെ മൂലയ്ക്ക് പോയി ഇരുന്നാലും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മുൾട്ടാണി മിട്ടി ഇട്ട് തരുള്ളൂ. അപ്പം ഈ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അത് ഏത് ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം ശരിക്കും ഉള്ളതാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ഏകദേശം ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ണിൻ്റെ മുകളിലൊന്നും ഇട്ടില്ല, പെരുകത്തിൻ്റെ മുകളിലും ഇട്ടില്ല. കാരണം ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ സ്കിന്നൊക്കെ ഒരു വലിയുന്ന പോലത്തെ ഒരു ഫീല് വരും. ആ സമയത്താണ് നമുക്കിതൊന്ന് ചുരണ്ടിക്കളയാനൊക്കെ തോന്നുക, മാന്തിക്കളയാനൊക്കെ. അപ്പം ഞാനിനി എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിക്കാം. കണ്ടോ, ചിരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്, സംസാരിക്കാൻ പാടില്ല എന്ന്. പിന്നെ തെന്നു എന്നെ കണ്ടിട്ട് പേടിച്ചിട്ടൊരു സൈഡിലോട്ടിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവളായിട്ട് കുറേ കളിക്കുകയൊക്കെ ചെയ്തു. സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവളെ ഞാൻ പ്രേതാണെന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ഉണങ്ങാൻ സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി ഫാനിൻ്റെ അടിയിലൊക്കെ പോയിരുന്നു വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, നമ്മളുടെ ഈ കൃഷിയിടങ്ങളിലൊക്കെ വിള്ളൽ വന്നതുപോലെ ഒരു വിളർച്ച അങ്ങനെയാവും കേട്ടോ. ഇത് ശരിക്കും ആ സമയത്ത് നല്ല തണുപ്പായിരിക്കും മുഖത്ത്. ഞാൻ ഇട്ടിരിക്കുന്ന സമയം നോക്കി അവൾ മണ്ണിൽ കളിക്കാൻ പോയി. ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചെന്ന് മാത്രം.
അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിങ്ങനെ അടർത്തിയെടുക്കാൻ ഈ ഫെവിക്കോളൊക്കെ നമ്മുടെ മേത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ തോന്നത്തില്ലേ, അതുപോലെ ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ ചെയ്യരുത്. ഞാനത് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വേഗം ഇത് എടുത്ത് കളയണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. കറക്റ്റ് നമ്മൾ ഇത് 30 മിനിറ്റാണ് വെക്കേണ്ടത്. 30 മിനിറ്റ് എന്ന് വെച്ചാൽ അരമണിക്കൂറാണ് നമ്മൾ വെക്കേണ്ടത്. ഒരിക്കലും ഇത് ചുരണ്ടി കളയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അടർത്തി കളയരുത്. വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ടൊന്നുമില്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഒരു സ്പോഞ്ച് വെച്ചിട്ടോ വൈപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ മുഖം കഴുകിയെടുക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം വൃത്തിക്ക് ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് മാറ്റമുണ്ട് കേട്ടോ. കണ്ടോ, എനിക്ക് നല്ലൊരു എഫക്റ്റ് തോന്നി. നമുക്കിപ്പം പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ അനിയനും റിസൾട്ട് കിട്ടി, പക്ഷെ അവനത് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നീട് ഒരു സ്കിൻ കെയർ വ്ളോഗുമായിട്ട് കാണാം കേട്ടോ. ടാറ്റ, ബൈ.